ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കടുത്ത ഭാഷയിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗുരുതരമായ വിശ്വാസ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതോടെയാണ് പ്രതിപക്ഷ സഖ്യം പോരാട്ടം ഇപ്പോൾ കടുപ്പിക്കുന്നത്. EVM സംവിധാനത്തിലൂടെ ജനങ്ങളുടെ വോട്ട് അർത്ഥശൂന്യമാവുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ തുറന്നടിക്കുന്നുമുണ്ട്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളായാലും സർക്കാർ രൂപീകരിക്കുന്നത് യന്ത്രങ്ങളാണെന്ന സ്ഥിതിയിലേക്ക് രാജ്യം തള്ളപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളുടെ പ്രധാന വിമർശനം. EVMകളുടെ സുതാര്യതയെക്കുറിച്ച് ഉയരുന്ന സംശയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും മറുപടി നൽകാൻ ഇപ്പോൾ തയ്യാറാവുന്നുമില്ല. അതൊരു ശ്രദ്ധേയമായൊരു കാര്യമാണ്. ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവയെ രാഷ്ട്രീയ പ്രചരണം എന്ന പേരിൽ തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. EVMകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാങ്കേതിക തകരാറുകളും വോട്ടുകൾ മാറിയെന്ന പരാതികളും അധികാരികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഇത്തരം ഗുരുതര പരാതികൾ ഉണ്ടായിട്ടും സമഗ്രമായ അന്വേഷണം പോലും നടത്തുവാൻ തയ്യാറാകാത്തത് സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നൊരു കാര്യമാണ്. VVPAT സംവിധാനവും വെറും കാഴ്ചക്കായി മാത്രം മാറുകയാണ്. മുഴുവൻ പേപ്പർ പരിശോധനയ്ക്ക് അധികാരികൾ ഭയപ്പെടുന്നത് എന്താണെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. 5% സാമ്പിൾ പരിശോധന ജനാധിപത്യത്തിന് അതൊരു പരിഹാസമാണ്. ലോകത്തിലെ നിരവധി വികസിത രാജ്യങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന EVM ഉപേക്ഷിച്ചപ്പോൾ ഇന്ത്യയിൽ അത് പിടിച്ചു നിർത്തുന്നത് ചില പ്രത്യേക താല്പര്യം കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് മടങ്ങുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന കാര്യം സർക്കാർ ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം അത് അവഗണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ ഉപകരണമായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് രാജ്യത്ത് കാണാൻ സാധിച്ചത്. ഭരണകക്ഷിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നത് കമ്മീഷൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. അത് പക്ഷേ ജ്ഞാനേഷ് കുമാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. EVM വിഷയത്തിൽ പ്രതികരിക്കുന്നവരെ രാജ്യവിരുദ്ധരെന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റവരുടെ കരച്ചിലെന്നോ മുദ്ര കൊത്തുന്ന ഒരു സമീപനമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർ കൈക്കൊണ്ടുവരുന്നത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ കുറ്റമാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലവിലുള്ളത്. പാർലമെൻറ്റിനകത്തും പുറത്തുമായി EVM വിഷയത്തിൽ സമരം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരുന്നത്. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളും നിയമപോരാട്ടങ്ങളും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് തയ്യാറാവുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത്. EVM നിരോധന ആവശ്യം സുപ്രീം കോടതിയിൽ അതിശക്തമായ വാദത്തിന് കപിൽ സിബലിൻ്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ അഴിമതിയും അപാകതകളും നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് കപിൽ സിബലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം. അതേസമയം കേന്ദ്ര സർക്കാർ പതിവ് പോലെ തന്നെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. എന്നാൽ വ്യക്തമായ മറുപടികൾ നൽകുവാൻ തയ്യാറാകാത്തത് തന്നെ സംശയങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു കാര്യമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് EVM വിഷയത്തിൽ ഉയരുന്ന ഈ ഒരു കടുത്ത പോരാട്ടം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ജനാധിപത്യം യന്ത്രങ്ങളുടെ കരുണയിലാകണമോ ജനങ്ങളുടെ നിയന്ത്രണത്തിലാകണമോ എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ് ഇപ്പോൾ രാജ്യം തന്നെ ചോദിക്കുന്നത്. മൊത്തത്തിൽ EVM നിരോധിക്കണമെന്ന ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ആ ഒരു ആവശ്യം, ആ ഒരു പോരാട്ടം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ ചർച്ചകളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം എങ്ങനെ നേരിടും എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്.